ഞാൻ ഈ ഒരേ ഒരു കാരണം എന്നെടുത്തു പറയുന്നത് കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചു ലൂണ തിരിച്ചു വരുമ്പോൾ ആര് പുറത്തിരിക്കണം. എനിക്ക് മനസ്സിൽ തോന്നിയത് രണ്ട് ഐഡിയ ആണ്. ആൻഡ് ഇതിൽ രണ്ടാമത്തെ ഐഡിയ നിങ്ങളോട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഹലോ ഗായ്സ്, ഫുട്ബോൾ സെനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ആദ്യത്തെ എവേ മത്സരം ഒരു സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സമനില അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി അതേന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഒരു ജയത്തിന് വളരെ അടുത്ത് വന്നിട്ട് വെറും ഒരു പോയിന്റ് മാത്രം ലഭിച്ച ഈ ഒരു മത്സരം അത്രയ്ക്ക് മോശം ഒരു റിസൾട്ട് അല്ല. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് ചെയ്തോ എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. നോർത്ത് ഈസ്റ്റിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചപ്പോൾ ഈ ഒരു മാച്ചിൽ ക്രോസുകളും സെറ്റ് പീസുകളും നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു മാച്ചിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത ക്രോസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ആകെ മൊത്തം 18 ക്രോസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മാച്ചിൽ അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലാൻ ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് അതിലേക്ക് ഞാൻ പിന്നീട് കിടക്കാം. ഈ ഒരു മത്സരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോവ സദോയിൽ നിന്ന് തന്നെ തുടങ്ങണം. കഴിഞ്ഞ സീസണിൽ നമ്മൾ കുറേ മത്സരങ്ങളിൽ ലൂണയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം കളി ജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം ഈ ഒരു സെയിം ക്വാളിറ്റി ഉള്ള വേറൊരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് നോവ സദോയി. ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മാച്ചിലെ പോലെ തന്നെ നോവയുടെ ഒരു മോമെന്റ് ഓഫ് ബ്രില്യൻസിലൂടെയാണ് ഈ മത്സരത്തിലും ഗോൾ വന്നത്. ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും നോവ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിവിജ്വൽ പെർഫോമൻസുകൾ വെറും വാക്കുകൾ കൊണ്ട് ഉപമിക്കാൻ നോക്കിയാൽ അതിനോട് എത്രമാത്രം നീതി പുലർത്താനാവും എന്നെനിക്ക് അറിയില്ല. ഈ ഒരു പ്ലെയർ നമ്മുടെ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് പ്ലെയേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇനിയും ഒരുപാട് മോമെന്റ്സ് ഇതുപോലെ നോവ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സമനിലയിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇതിലെ കുറച്ച് പോയിന്റ്സിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടാവും, ചിലത് നിങ്ങളിൽ ചിലർക്കൊന്നും പിടിക്കില്ലായിരിക്കും. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവരും രേഖപ്പെടുത്തുക. ഈ ഒരു മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യാണ്ടിരുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. ആൻഡ് ആ കാരണത്തിന്റെ പേര് പ്രിതം കോട്ടാൽ. ഞാൻ ഈ ഒരേ ഒരു കാരണം എന്നെടുത്തു പറയുന്നത് കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഗുല്ലർമോയിൽ നിന്ന് സച്ചിന്റെ ഒരു അടിപൊളി സേവും ഈ ഹാഫിൽ ഉണ്ടായിരുന്നു. ബട്ട് ക്രോസുകളിൽ നിന്നാവട്ടെ സെറ്റ് പീസുകളിൽ നിന്നാവട്ടെ പ്രിതം കോട്ടാലിന്റെ ഡിഫെൻസീവ് അവയർനെസ് ഒരിടത്ത് പോലും പഴച്ചിട്ടില്ല. ഒന്നിൽ കൂടുതൽ തവണ ഒരു ടീംമേറ്റിന്റെ മിസ്റ്റേക്കിനെ മുതലെടുത്ത് നോർത്ത് ഈസ്റ്റ് മുന്നേറിയപ്പോൾ പ്രിതം അവിടെ രക്ഷകനായി എത്തി. ഈ ഒരു മിസ്റ്റേക്കുകളിൽ 2 സന്ദീപ് സിംഗിന്റെ വിങ്ങിൽ നിന്നാണ് വന്നത്. എല്ലാ വീഡിയോയിലും ഉള്ള പോലെ തന്നെ ഈ വീഡിയോയിലും കുറെ പേര് വന്നിട്ട് സന്ദീപ് അടിപൊളിയാണ്, ഇംപ്രൂവ് ആയി, ഒടുക്കത്തെ പാഷനാണ്, ഡെഡിക്കേഷനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് ഇനി ഞാൻ സന്ദീപിന്റെ മിസ്റ്റേക്കുകൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നല്ല പെർഫോമൻസ് വന്നാൽ അതെടുത്ത് പറയും. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഈ ഒരു മാച്ചിൽ സന്ദീപ് ഇംപ്രൂവ് ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ ഈ ഇംപ്രൂവ്മെന്റ് എങ്ങനെ മെഷർ ചെയ്യും അതാണ് ഇമ്പോർട്ടന്റ്. ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മത്സരത്തിൽ സന്ദീപ് ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിരുന്നു. ഈ ഒരു മത്സരത്തിൽ എന്തായാലും അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് 100% ഉറപ്പ്. പക്ഷെ 100% ഉറപ്പായ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു സീസണിലുടനീളം ഒരു ഫസ്റ്റ് ചോയ്സ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ സന്ദീപ് റിലയബിളോ ഡിപ്പെൻഡബിളോ അല്ല എന്നുള്ളത്. ഇനിയിപ്പോ ഈ ഒരു പൊസിഷനിൽ ആരെ കളിപ്പിക്കും എന്നുള്ള ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം നമുക്ക് കഴിഞ്ഞ മാച്ചിൽ തന്നെ കിട്ടി. ഹോർമിപ്പാം ഒരു റൈറ്റ് ബാക്ക് ആയി വന്നപ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ഒരു 3 മത്സരത്തിൽ സന്ദീപിനെ സ്റ്റാർട്ട് ചെയ്യിക്കാമെങ്കിൽ ഒഡീഷ ആയിട്ടുള്ള മാച്ചിൽ ഹോർമിപ്പാമിനെ റൈറ്റ് ബാക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് പ്രിതം കോട്ടാലിനെ കുറിച്ചാണ്. പുള്ളിയുടെ ഒരു ഗെയിം റീഡിങ്ങും അവയർനെസ്സും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസീവ് ലൈനിൽ വേറെ ആർക്കുമില്ല. കഴിഞ്ഞ സീസണിലെ നിരാശ മാറ്റാൻ പ്രിതം തുനിഞ്ഞിറങ്ങിയേക്കുന്ന പോലെയാണ് ഈ വർഷത്തെ പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് തീരാറായപ്പോൾ സന്ദീപിനെ പിന്തള്ളി അജറൈ മുന്നേറിയപ്പോൾ പ്രിതം അത് വളരെ വിദഗ്ധമായിട്ട് ഡീൽ ചെയ്തു. ഈസ്റ്റ് ബംഗാളായിട്ടുള്ള മത്സരത്തിൽ സെന്റർ ബാക്കിൽ അടിപൊളിയായി കളിച്ച പ്രിതത്തിനെ ഈ ഒരു മത്സരത്തിൽ റൈറ്റ് ബാക്കിലേക്ക് മാറ്റണം എന്നൊരു സജഷൻ ഞാൻ പറഞ്ഞിരുന്നു. പലരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അജറയെ ബ്ലോക്ക് ചെയ്ത ഈ ഒരു മോമെന്റ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഈ സീസണിൽ എപ്പോഴെങ്കിലും റൈറ്റ് ബാക്കിൽ കളിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ പ്രിതം ആ ഓപ്പർച്യൂണിറ്റി 2 കൈ നീട്ടി തന്നെ സ്വീകരിക്കും. കാരണം ഇത് കഴിഞ്ഞ സീസണിലെ പ്രിതം കോട്ടാലല്ല. പോയിന്റ് നമ്പർ 2, നമ്മുടെ ഡിഫൻസിൽ പ്രിതം കോട്ടാലിനെ പോലെ നോർത്ത് ഈസ്റ്റിലും ഒരു കിഡിലൻ സെന്റർ ബാക്ക് ഉണ്ട്, അഷീർ അക്തർ.
അതെ, റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കപ്പെട്ട അഷീർ അക്തർ. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ബിക്കോസ് എന്റെ ഒപ്പീനിയനിൽ അത് ഒരിക്കലും ഒരു റെഡ് കാർഡ് ആയിരുന്നില്ല. ഒരു ഇത്തിരി റാഷ് ചാലഞ്ച് ആണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ഒരു കോണ്ടാക്ട് വളരെ മിനിമൽ ആയിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു യെല്ലോ കാർഡിനുള്ള ഫൗളേ ഉണ്ടായിരുന്നുള്ളൂ. റെഫറിക്ക് ഈ ഡെസിഷൻ എന്തായാലും തെറ്റി. ശരിക്കും അഷീർ ഈ ഒരു റെഡ് കാർഡ് മേടിച്ച് പുറത്തു പോയപ്പോൾ എന്റെ കോൺഫിഡൻസ് കുറച്ചൊന്ന് കൂടി. ബിക്കോസ് ആ ഒരു പോയിന്റ് വരെ നോർത്ത് ഈസ്റ്റിന്റെ കളിയിലെ ബെസ്റ്റ് ഡിഫൻഡർ അഷീർ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ സബാക്കോ കളിയുടെ അവസാനം ഒരു കിടിലൻ ഇന്റർസെപ്ഷൻ ചെയ്ത് കയ്യടി മൊത്തം കൊണ്ടുപോയി. അതിലൊരു തെറ്റുമില്ല. ബിക്കോസ് ആ ഒരു സേവ് ഒരു ഗോളിന് തുല്യമായിരുന്നു. പക്ഷേ ഇതിനിടയിൽ നമ്മൾ ആരും അഷീറിന്റെ ഡെവലപ്മെന്റ് കാണാതെ പോകരുത്. നാച്ചുറലി ഒരു റൈറ്റ് ബാക്ക് ആയ അഷീർ എത്ര മനോഹരമായിട്ടാണ് ആ സെന്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. വേറെ സെന്റർ ബാക്കുകളെ അപേക്ഷിച്ച് ഹൈറ്റ് ഒരല്പം കുറവാണെങ്കിലും അഷീർ ഏരിയൽ ബോളുകൾ ഡീൽ ചെയ്യാൻ വളരെ മിടുക്കനാണ്. ഇതുപോലെ തന്നെ ബോൾ ബാക്കിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കഴിവും അഷീറിനുണ്ട്. മുൻകാല ISL ചരിത്രം നോക്കുകയാണെങ്കിൽ ചില ഇന്ത്യൻ ഡിഫൻഡർമാർ നല്ല ഫോറിൻ സെന്റർ ബാക്കിന്റെ കൂടെ കളിച്ച് നാഷണൽ ടീം വരെ എത്തിയിട്ടുണ്ട്. സന്ദേശ് ജിങ്കൻ, ചിങ്ലൻ സന സിംഗ് എന്നിവരെല്ലാം തന്നെ ആരോൺ ഹ്യൂസ്, അതുപോലെ ഒഡെയോണ ഇന്ത്യാന എന്നീ ഡിഫൻഡർമാരുടെ കൂടെ കളിച്ച് ചാമ്പ്യൻ പ്ലെയറായി മാറിയ സെന്റർ ബാക്കുകളാണ്. അഷീറിനെ പോലെ തന്നെ ഈ പറഞ്ഞ ജിങ്കനും സനയും ഒക്കെ റൈറ്റ് ബാക്ക് കളിച്ചിട്ടുമുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അഷീർ ഒരുപക്ഷെ നാഷണൽ ടീം കോളപ്പ് അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ലോബികളുടെ കളിയാണല്ലോ ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പൊ നടക്കുന്നത്. വിളിച്ചാ വിളിച്ചു. അടുത്ത പോയിന്റ്, ദാനിഷ് ഫറൂഖ് ഈ മത്സരം കളിക്കരുതെന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചെങ്കിലും പുള്ളി 90 മിനിറ്റും കളിച്ചു. ആൻഡ് ദാനിഷ് ഈ ഒരു മാച്ചിൽ 2 ഡിഫറെന്റ് പൊസിഷനിലാണ് നമുക്ക് വേണ്ടി കളിച്ചത്. ലൂണ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മിഡ്ഫീൽഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് പൊസിഷനിലാണ് ദാനിഷ് കളിച്ചത്. ലൂണയ്ക്ക് ശേഷം കുറച്ചുകൂടെ വിഡ്രോ ചെയ്ത് ഡീപ്പായിട്ട് ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിലും. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു 2 പൊസിഷനിലും നല്ലൊരു പെർഫോമർ ആവണമെങ്കിൽ ദാനിഷ് ഇനിയും ഒരുപാട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ആദ്യം കളിച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ ഡാനിഷ് 1-2 നല്ല റണ്ണൊക്കെ മേക്ക് ചെയ്തു. പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിന്റെ ഹൈ ഡിഫെൻസീവ് ലൈനിന് പിന്നിലുള്ള സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള റണ്ണുകൾ. ഇത് തന്നെയായിരുന്നു നമ്മുടെ കോച്ചിന്റെ ഗെയിം പ്ലാനും. നോർത്ത് ഈസ്റ്റിന്റെ ഫുൾ ബാക്സിന്റെ പുറകിലുള്ള സ്പേസ് അറ്റാക്ക് ചെയ്ത് ക്രോസുകൾ ബോക്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി. പക്ഷേ ദാനിഷിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൺ മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല ക്ലിനിക്കൽ പാസോ അല്ലെങ്കിൽ ഒരു ഷോട്ടോ പുൾ ഓഫ് ചെയ്യാനുള്ള ടെക്നിക്കൽ എബിലിറ്റി പുള്ളിക്കില്ല എന്നുള്ളതാണ്. ഇതുപോലെ മേക്ക് ചെയ്ത ഒരു റണ്ണിനൊടുവിൽ ദാനിഷ് ജീസസിന് നൽകിയ ഒരു പാസ് വളരെ ഇന്നാക്യുറേറ്റ് ആയിരുന്നു. പിന്നെ ജീസസിന്റെ ഒരു ക്ലെവർ ടച്ച് അവിടെ വന്നതുകൊണ്ടാണ് ആ ഒരു ബോൾ നോയിലേക്ക് എത്തിയതും അതിൽ നിന്നൊരു ഷോട്ട് ഉത്ഭവിച്ചതും. ഈ ഒരു ടെക്നിക്കൽ എബിലിറ്റി കോച്ചിങ് കൊണ്ട് മാത്രം ഒരു പ്ലെയറിന് കൈവരിക്കാനാവില്ല. ചില പ്ലെയേഴ്സിന് ഇത് നാച്ചുറലി ഉണ്ടാവും. പക്ഷെ മറ്റു ചിലർ ഒരുപാട് വർക്ക് ചെയ്താലേ ഈ ഒരു എബിലിറ്റി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി ദാനിഷ് ഇംപ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ 100% ഉറപ്പ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇനി ദാനിഷ് കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ടുള്ള റോള് കളിച്ചപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഈ ഒരു പൊസിഷൻ കളിക്കാൻ വേണ്ടിയുള്ള പാസിംഗ് റേഞ്ചോ ഒരു ഫിസിക്കാലിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രസ്സിനെ വെട്ടിച്ച് മുന്നേറാനുള്ള കഴിവോ ദാനിഷ് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോർമേഷൻ ആൻഡ് ഗെയിം പ്ലാനിലേക്ക് ലൂണ ഫുൾ ഫിറ്റ്നസിൽ തിരിച്ചു വരുമ്പോൾ അതൊരു ഗെയിം ചേഞ്ചർ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഞാൻ ഈ കാര്യം കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. അപ്പോൾ കുറെ പേര് എന്നോട് ചോദിച്ചു ലൂണ തിരിച്ചു വരുമ്പോൾ ആര് പുറത്തിരിക്കണം, ലൂണയുടെ ബെസ്റ്റ് പൊസിഷൻ എന്തായിരിക്കണം എന്നൊക്കെ. എനിക്ക് മനസ്സിൽ തോന്നിയത് 2 ഐഡിയ ആണ്. ആൻഡ് ഇതിൽ രണ്ടാമത്തെ ഐഡിയ നിങ്ങളോട് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യത്തേത് വളരെ സിമ്പിൾ ആണ്. കോയഫിനെ സെന്റർ ബാക്ക് കളിപ്പിക്കുക, മിലോസ് പുറത്തിരിക്കണം, ലൂണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഇറങ്ങുന്നു. ഇനി ചില മത്സരങ്ങളിൽ കോയഫിനെ നമുക്ക് മിഡ്ഫീൽഡിൽ കളിപ്പിക്കേണ്ടിയും വരും, മിലോസിനെ പുറത്തിരുത്താനും പറ്റില്ല. ഇങ്ങനെയുള്ള മാച്ചസിൽ ലൂണയെ ജീസസിന് പകരക്കാരനായി ഒരു ഫോൾസ് 9 ആയിട്ട് കളിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈ ഒരു പൊസിഷൻ കളിക്കാനുള്ള ഇന്റലിജൻസും ക്രാഫ്റ്റും ലൂണയ്ക്കുണ്ട്. ലൂണ ഒരു ഫോൾസ് 9 ആയിട്ട് കളിക്കുകയാണെങ്കിൽ നോവയ്ക്കും അടുത്ത വിങ്ങിൽ കളിക്കുന്ന ആരായാലും അവർക്ക് ഇൻസൈഡിലോട്ട് കട്ട് ചെയ്ത് ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കും. ആൻഡ് നോവ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാമല്ലോ. പോയിന്റ് നമ്പർ 4, കഴിഞ്ഞ 2 മത്സരത്തിലും ഐമൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങി കാഴ്ചവെച്ച പെർഫോമൻസ് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നത് തന്നെയായിരുന്നു. പക്ഷേ എല്ലാ കാലവും ഐമൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളതിന് തെളിവായിരുന്നു ഈ കഴിഞ്ഞ മത്സരം. ഞാൻ ഐമനെ കുറ്റം പറഞ്ഞതല്ല, അവസാനം നമുക്ക് ലഭിച്ച 2 ചാൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത് മൊത്തത്തിൽ ഐമന്റെ തലയ്ക്ക് വെക്കാനും ഉദ്ദേശമില്ല. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് സബാക്കോന്റെ ഒരു കിഡിലൻ ഇന്റർസെപ്ഷൻ ആയിരുന്നു. ആ ഒരു മൊമെന്റിൽ ഐമൻ അല്ല വേറെ ഏത് പ്ലെയർ വന്നാലും അത് ചിലപ്പോൾ ഗോൾ ആവില്ല എന്ന് തന്നെ നമുക്ക് ആർഗ്യൂ ചെയ്യാം. നോർത്ത് ഈസ്റ്റ് ക്യാപ്റ്റന്റെ ആ ഒരു ഡിഫെൻസീവ് ബ്ലോക്ക് അത്ര നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു ചാൻസിനെ കുറിച്ച് പറയുമ്പോൾ
വിവിന്റെ പാസ് എന്തായാലും എടുത്തു തന്നെ പറയണം. ഒരു കിഡിലൻ വേൾഡ് ക്ലാസ് ത്രൂ ബോൾ. ഇനി രണ്ടാമത്തെ ചാൻസിൽ ഐമന് ഒരു ക്ലിയർ കണക്ഷൻ നൽകാനായില്ല. ആൻഡ് ഇതൊരു പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ഐമന് കിട്ടിയിരിക്കുന്ന ലാക്ക് ഓഫ് എക്സ്പോഷർ കൊണ്ട് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ മൊമെന്റ് ഒക്കെ മൊത്തത്തിൽ മുതലെടുക്കണമെങ്കിൽ ഒരു പ്ലെയറിന് പരിചയ സമ്പത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐമന് ഇനിയും സ്റ്റാർട്ടിംഗ് എക്സ്പീരിയൻസുകൾ കിട്ടണം. ഈ ഒരു ISL സീനിയർ ലെവലിൽ റെഗുലർ ആയിട്ട് കളിച്ചാലേ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഐമന് കൈവരികയുള്ളൂ. ഈ മത്സരത്തിൽ ഈ ഒരു 2 ഓപ്പണിംഗ് വന്നപ്പോഴും ഐമൻ ആ പൊസിഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാൻ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള മാച്ചിൽ ഐമൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഈ ഒരു അഭിപ്രായത്തോട് ഇപ്പോഴും യോജിച്ചു നിൽക്കുന്നു. 2 വിങ്ങിലും കളിക്കാനുള്ള കേപ്പബിലിറ്റി നോവയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഐമനും നോവയും നമ്മുടെ വിങ്ങേഴ്സ് ആയിട്ട് കളിച്ചാൽ നമുക്കൊരു നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലെറ്റ് us സ്റ്റാൻഡ് വിത്ത് ഐമൻ. കാരണം ഒരു ഭാവി സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഐമനിലുണ്ട്. അവസാനത്തെ പോയിന്റ്, മിലോസ് ഡ്രിഞ്ചിച്ചിന്റെ വീക്ക്നെസ് എന്താണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. നല്ല പേസ് ഉള്ള പ്ലെയേഴ്സ് മിലോസിനെതിരെ റൺ ചെയ്യുമ്പോൾ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതാണ് ഈ ഒരു പ്രോബ്ലം. നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാച്ചിലും ജിതിൻ മിലോസിനെ ടേക്ക് ഓൺ ചെയ്തപ്പോൾ ഈ ഒരു വീക്ക്നെസ് വളരെ പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്റർ ബാക്ക് പൊസിഷനിൽ എല്ലാ മാച്ചും മിലോസ് കളിക്കുമോ എന്നുള്ളത് ഒരു വലിയ ഡൗട്ടാണ്. ഈ ഒരു വീക്ക്നെസ് ചൂഷണം ചെയ്യപ്പെടാവുന്ന മാച്ചുകളിൽ മിലോസിനെ മാറ്റി കോയഫിനെ സെന്റർ ബാക്ക് കളിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മിലോസിനെ മൊത്തത്തിൽ ടീമിൽ നിന്ന് പുറത്തിരുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ബോൾ പ്രോഗ്രഷൻ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഡിഫൻഡർ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇതുവരെയുള്ള മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോച്ച് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സെന്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് ഭാവിയിൽ കൂടുതൽ ചേഞ്ചസ് എക്സ്പെക്ട് തന്നെ ചെയ്യാം. കോയഫിന്റെ നാച്ചുറൽ പൊസിഷൻ സെന്റർ ബാക്ക് ആയതുകൊണ്ട് ഈ ഒരു റോളിൽ പുള്ളി എങ്ങനെ പെർഫോം ചെയ്യും എന്ന് കാണാനും എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. പിന്നെ ഈ ലീഗിൽ ചില മത്സരങ്ങളിലെങ്കിലും ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ആവശ്യം നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ള മത്സരങ്ങളിൽ തീർച്ചയായിട്ടും കോയഫിന് സെന്റർ ബാക്കിൽ ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതായിരുന്നു നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആയിട്ടുള്ള സമനിലയിൽ നിന്ന് പഠിച്ച 5 കാര്യങ്ങൾ. നിങ്ങളിൽ എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടെന്ന് എന്നോട് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കണോട് അമർത്തുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഉണ്ട്. ഒഡീഷ മത്സരത്തിന് മുമ്പുള്ള പ്രീവ്യൂ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല, സമയപരിമിതികളുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.